ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് ഫ്ലക്സിട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വലിയ പെരുന്നാളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു പരിപാടി എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി ഫോട്ടോ കുറച്ചെടുക്കണം. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വലുതായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തമ്മ മരിച്ചതിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. അത്തമ്മ മരിച്ചിട്ട് ഇപ്പോൾ 8-9 മാസം ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, അത്ര തന്നെ കേട്ടോ ഗൈസ്. പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാം. നേരെ വീഡിയോ. ഹലോ ഗായ്സ്, അങ്ങനെ അതാ ഞാൻ ഉറങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് ഉമ്മ ഇവിടെ പത്തിരിക്കുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ താത്ത ഉച്ചക്ക് നെയ്ച്ചോറാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള സാധനങ്ങളൊക്കെ അതങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഉമ്മ പത്തിരി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളുടെ വീഡിയോ കുറച്ച് ദിവസമായി പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റിസൾട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടായത്. എപ്പോഴും വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റാറില്ല കേട്ടോ. പിന്നെ അത് അവിടെ താത്ത ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉച്ചത്തേക്കും രാവിലെയൊക്കെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കഴുകുന്ന നേരത്ത് ലിസ വന്ന് അടുത്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ സ്മെല്ല് കേട്ടിട്ടാവാം. അപ്പോൾ അവന് വന്ന് നിന്നപ്പോൾ അവന് 2 കഷ്ണം ഞാൻ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് എടുത്തിട്ട് രാവിലത്തേക്ക് ചിക്കൻ കറിക്കായിട്ട് നമ്മളതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ താത്ത ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, താഴെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ വരികയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ച് കുറച്ച് ചിക്കൻ കറി വയ്ക്കാനും രാവിലത്തേക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഇതാ ഓരോന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഉള്ളിൻ്റെ തോലും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ സെഹ്റാബിത കുളിച്ച് ചെറിയ ഷിമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മുഹമ്മദും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദും സെഹ്റയും ഒരുപോലത്തെ ടീഷർട്ടാണ് കേട്ടോ. മാക്സിൽ നിന്ന് എടുത്തതാണ്. രണ്ടുപേരും ഒരുപോലത്തെ ടീഷർട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറ്റിയാൽ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഇതാ ടീഷർട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ഉമ്മ 2 ആട്ടിൻകുട്ടികളെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു അമ്മയും ഒരു മോനുമായിട്ടുള്ള 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാനിതാ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആരോ ഇല കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ആട്ടിന് ഇല കൊണ്ടിട്ടപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഉമ്മ അതവിടെ ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഉമ്മ ഓരോന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഞാൻ എല്ലാവരും അടുക്കളയിൽ നിൽക്കല്ലോ. അപ്പോൾ എല്ലാവർക്കും വെള്ളം ദാഹം ആയതുകൊണ്ട് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ കലക്കി കൊടുത്തു. പിന്നെ അതാ സെഹ്റാബി കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് സ്പെഷ്യലായിട്ട് ഇതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് പായസത്തേക്കുള്ള വെള്ളം ഒരുക്കുകയാണ് കേട്ടോ. ഗോതമ്പ് പായസമാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ കാച്ചാറുണ്ട് പാലക്കാട് സ്റ്റൈൽ. പിന്നെ അതാ മുഹമ്മദിനും സെഹ്റാക്കും വേണ്ടിയിട്ട് ഫുഡ് ഇതാ എടുത്ത് വിളമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഗ്രേവിയും ആയിട്ടുണ്ട്. പിന്നെ അതാ മല്ലിച്ചട്നി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ടേബിളിൽ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ്, പിന്നെ ഗ്രേവി, ചിക്കൻ ഗ്രേവി, പിന്നെ അതുപോലെ തന്നെ കാച്ചാറെന്ന് പറയും, ചിലവിടെ പരിപ്പ് കറി എന്ന് പറയും കേട്ടോ. പിന്നെ മല്ലിച്ചട്നി ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പായസം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പായസം അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് താത്താക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ സെഹ്റമോൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണ നേരത്ത് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്ന നേരത്താണ് നമുക്ക് കണ്ണെഴുതാൻ പറ്റുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ അവൾ കാണിച്ചു തരില്ല. അങ്ങനെ ഞാൻ കണ്ണെഴുതി കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കണ്ണെഴുതി കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കണ്ണെഴുതി കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ എണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ മൂക്കിലും വായിലൊക്കെ കൈ തട്ടുന്ന സമയത്ത് ഇടങ്ങാറായിട്ട് അവൾ എണീക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തട്ടിയൊക്കെ കൊടുത്ത് ഉറങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ എഴുതിയൊക്കെ കൊടുത്ത് ഡ്രസ്സ്. അവൾക്ക് എത്ര 4 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ 4 ജോഡി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഓരോന്ന് വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു നിയമങ്ങളാണ് കേട്ടോ. അങ്ങനെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ച് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് അപ്പോൾ അതാ അസ്ന ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ജോഡി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് അസ്നാവും വേറൊരു ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് റോട്ടിലും ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ഒരു വൈകുന്നേരം 7-8 മണിയാവുന്ന നേരത്തെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ എവിടേക്കുമല്ല, എൻ്റെ ഒരു മാമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, കൊച്ചുമാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും മുഹമ്മദും എല്ലാവരും ഉണ്ട്, പിന്നെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.